സംസ്ഥാനത്ത് 4 ജില്ലകളിൽ രൂക്ഷമായ കടൽക്ഷോഭം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലുണ്ടായ കടലേറ്റത്തിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തീരമേഖലയിലെ വീടുകളിൽ വെള്ളം കയറി. കടലാക്രമണത്തിന് പിന്നിൽ കള്ളക്കടൽ പ്രതിഭാസമെന്നും ആശങ്ക വേണ്ടെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരത്താണ് കൂടുതൽ നഷ്ടങ്ങളുണ്ടായത്. ജില്ലയിൽ പൂവാർ മുതൽ വർക്കല വരെ കടലാക്രമണമുണ്ടായി. തുമ്പയിൽ 100 മീറ്ററോളം കടൽ കയറി. പൂന്തുറയിൽ മത്സ്യബന്ധന വള്ളങ്ങൾ കൂട്ടിയിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. 2 മത്സ്യത്തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോവളം, പാപനാശം ബീച്ചുകളിലിറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊഴിയൂരിൽ വീടുകളിൽ വെള്ളം കയറി. മുതലപ്പൊഴിയിൽ ശക്തമായ തിരയിൽപ്പെട്ട് കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഈ വള്ളങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം കാണില്ല. നമുക്ക് മൊത്തം കടപ്പുറത്താണ് നമ്മുടെ ജീവിതം. കോടി രൂപയുടെ ഏക്കറാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് പോലും നമുക്കൊരു പാതിയാപ്പില്ല. ഇവിടെ മന്ത്രിയുണ്ട്, MP ഉണ്ട്, ML ഉള്ള നാടാണ്. കടൽക്ഷോഭം വെച്ചാൽ ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും യാനങ്ങൾ ഇവിടെയാണ് മുട്ടിക്കിടക്കുന്നത്. അതിൻ്റെ കൂടെ കടലും തിരയും കല്ലും മാട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. കടലിലെ മർദ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസമാണ് കടലാക്രമണത്തിന് കാരണം. കടൽക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരദേശ ജില്ലകളിലെ കളക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. ആശങ്ക വേണ്ടെന്നും 2 ദിവസം കൂടി കടലേറ്റം തുടരുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരത്ത് എല്ലാ തീരദേശ വില്ലേജ് ഓഫീസർമാരോടും തഹസിൽദാർമാരോടും ഡ്യൂട്ടിയിൽ കയറാൻ കളക്ടർ നിർദ്ദേശിച്ചു. അപകട മേഖലയിലുള്ളവരോട് മാറി താമസിക്കാനും ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാനും ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം. ആറാട്ടുപുഴ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് ഉച്ച മുതൽ ശക്തമായ കടലാക്രമണം ഉണ്ടായത്. പള്ളിത്തോടും ആറാട്ടുപുഴയിലും തിരയടിയിൽ കടൽവെള്ളം കരയിലേക്ക് ഒഴുകിയ